ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 3 ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബട്ട് അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 9 ആണ്. 9 മാർക്സിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ അതിൽ ആദ്യത്തേതാണ് പബ്ലിക് കോർപ്പറേഷൻസിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. സോ പബ്ലിക് കോർപ്പറേഷൻസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് കോർപ്പറേഷൻ, ഗവൺമെൻറ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ പബ്ലിക് കോർപ്പറേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് ആൻഡ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പബ്ലിക് കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ്. പാർലമെൻറ്റിൻ്റെ സ്പെഷ്യൽ ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അസംബ്ലിയുടെ സ്പെഷ്യൽ ആക്ട് പ്രകാരമൊക്കെ നിലവിൽ വന്നിട്ടുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് കോർപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോണോമസ് സ്റ്റാറ്റസ്, അതായത് അവർക്ക് വേറിട്ട് നിന്ന് സ്വയം ഭരണത്തിനുള്ള അവകാശങ്ങളുണ്ട്. ഫ്ലെക്സിബിലിറ്റി, ഇതിൻ്റെ പ്രോസസ്സും ഇതിലെ എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നതും വളരെ ഫ്ലെക്സിബിളാണ്, റിജിഡ് അല്ല. എപ്പോഴും നമുക്ക് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. then ഇവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മോട്ടീവ് അല്ല. പബ്ലിക് കോർപ്പറേഷൻസ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ എയിം അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസാണ്. ദെൻ ഇതിൻ്റെ കൺട്രോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ഉള്ളത്. ഡിമെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ ഫോർമേഷൻ. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. സോ കോംപ്ലെക്സ് ആണ് ഇതിൻ്റെ ഫോർമേഷൻ. ദെൻ ഗവൺമെൻറ് കൺട്രോളിലുള്ളതുകൊണ്ട് തന്നെ ഇതിലെന്താണ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. ഒത്തിരി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രോസസ്സൊക്കെ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഗവൺമെൻറ് കമ്പനിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ഗവൺമെൻറ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ 51% ഷെയർ എങ്കിലും, 51 അതിന് മുകളിലോ 51% ഷെയർ എങ്കിലും ഗവൺമെൻറ് കീഴിലാണെങ്കിൽ, അതിപ്പോൾ സെൻട്രൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചേർന്നതായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും ഷെയറിൻ്റെ 51% കുറഞ്ഞത് ഗവൺമെൻറ്റിൻ്റേതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെയാണ് ഗവൺമെൻറ് കമ്പനി എന്ന് നമ്മൾ പറയുന്നത്. ഗവൺമെൻറ് കമ്പനിയുടെ മെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഇതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതും ഓട്ടോണോമസ് ആയിട്ട്, അതായത് മറ്റ് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, മറ്റ് സ്ഥാപനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഓട്ടോണോമസ് ആയിട്ട് സ്വയംഭരണാവകാശമുള്ള ഓട്ടോണോമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദെൻ വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഗവൺമെൻറ് കമ്പനി ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻറ്റ് സ്റ്റാഫ് ആയിരിക്കും ഇതിലുണ്ടാകുക. ഇത് പോയിൻറ്റ്സ് ആയിട്ട് അല്ലാട്ടോ പഠിക്കണ്ടേ. ഫോർമേഷൻ എന്ന് പറഞ്ഞ് പോയിന്റ് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതുക ഫോർമേഷൻ ഓഫ് ഗവൺമെൻറ് ഈസ് വെരി ഈസി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതുക. പോയിന്റ് വിത്ത് എക്സ്പ്ലനേഷൻ ആയിരിക്കണം എപ്പോഴും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ എഴുതേണ്ടത്. ഓക്കെ. ദെൻ ഡിമെറിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് കമ്പനിയാണ്. സോ ഓഫ് കോഴ്സ് അവിടെ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് വരാൻ ചാൻസസ് ഉണ്ട്. എംപ്ലോയീസ് ഇതിൽ പെർമനൻറ്റ് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇറസ്പോൺസിബിലിറ്റി വരാൻ ചാൻസ് ഉണ്ട്, ഉത്തരവാദിത്തമില്ലായ്മ വരാൻ ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് മാനേജീരിയൽ സ്കില്ല്, ദെൻ എന്താണ് ഇനീഷ്യേറ്റീവ് ഒന്നും ഉണ്ടാകില്ല, ഇനീഷ്യേറ്റീവ് ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതൊക്കെ ഗവൺമെൻറ് കമ്പനീസിൻ്റെ ഒരു ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആണ്.